പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തി. 90% കൂടുതൽ പോളിംഗ്. ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് 90% കൂടുതൽ പോളിംഗ് നടക്കുന്നത്. SIRും ഈ പോളിംഗ് ശതമാനം ഉയർന്നതിന് ഒരു കാരണമാണ്. മരിച്ചവരും നാട്ടിലില്ലാത്തവരും വീട് മാറിയവരുമായ അല്ലെങ്കിൽ വിദേശത്ത് പോയവരുമായ ധാരാളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മാത്രമല്ല, പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശികൾ കുടിയേറി പാർക്കുന്ന സ്ഥലം കൂടിയാണ് പശ്ചിമ ബംഗാളിലെ പ്രധാനമായും 7 ജില്ലകൾ. അവിടെ നിന്ന് ധാരാളം ബംഗ്ലാദേശികളെ SIR വഴി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഈ വോട്ടുകളെല്ലാം മമതാ ബാനർജിയുടെ അടിസ്ഥാന വോട്ടുകളായിരുന്നു, അല്ലെങ്കിൽ വോട്ട് ബാങ്കുകളായിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ സാധിച്ചത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമായിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ. ഇപ്പോൾ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് മമത വീഴും, BJP വാഴും എന്നൊരവസ്ഥയിലാണ്. BJP മമതയെ പിന്തള്ളി ഭരണം നേടുകയാണ് പശ്ചിമ ബംഗാളിൽ. രാഷ്ട്രീയത്തിൽ BJPക്ക് പശ്ചിമ ബംഗാൾ നേടുക എന്ന് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. അത് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് മാത്രമല്ല, ലോകസഭയിലും രാജ്യസഭയിലും BJPയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പ്രതിപക്ഷ സഖ്യങ്ങളിൽ ഒരാളാണ് മമതാ ബാനർജി. മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് BJPയുടെ രാഷ്ട്രീയ ആവശ്യം കൂടിയാണ്. അത് നടപ്പിലാകും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അറിയിക്കുന്നത്. 294 അംഗ നിയമസഭയിലെ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് കോളിളക്കങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആദ്യഘട്ടത്തിൽ BJPക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇലക്ഷൻ നടന്നത്. രണ്ടാം ഘട്ടം തൃണമൂൽ കോൺഗ്രസിന് മുൻതൂക്കമുള്ള പ്രദേശങ്ങളുമാണ്. SIR വഴി ഒഴിവാക്കിയ ബംഗ്ലാദേശികളിൽ ഏറ്റവും കൂടുതൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് ഫലങ്ങളാണ് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് വിജയം നിർണ്ണയിക്കുക. പീപ്പിൾ പൾസ് ഒഴികെയുള്ള എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും തൃണമൂൽ കോൺഗ്രസിന് പരാജയവും BJPക്ക് വിജയവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പീപ്പിൾ പൾസ് മാത്രമാണ് 181 സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസ് നേടും എന്ന് പറയുന്നത്. പീപ്പിൾ പൾസ് BJPക്ക് 90 മുതൽ 100 വരെ സീറ്റ് മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ. മറ്റെല്ലാ സർവേകളും BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. അവിടെയെല്ലാം തൃണമൂൽ കോൺഗ്രസിന് അമ്പേ പരാജയം, വൻ പരാജയമാണ് പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ നിയമസഭയിൽ 0 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനും